എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞ ആർക്കും അറിയില്ല. ഞാൻ ഒരു തിരുവനന്തപുരത്തുകാരൻ ജസ്റ്റിൻ. ഇപ്പോൾ തിരുവനന്തപുരത്തല്ല, ഇപ്പോൾ ന്യൂസിലാൻഡിലാണുള്ളത്. ന്യൂസിലാൻഡിലെ വാങ്കനോയി എന്ന് പറയുന്ന ഒരു ചെറു പട്ടണത്തിലാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യം, ഞാൻ ഇന്നു മുതൽ ഒരു ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2-3 ദിവസം മുമ്പ് വന്ന് രജിസ്റ്ററൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു ജിമ്മിൽ വന്നിരിക്കുകയാണ്. ഇന്നു മുതലാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ജസ്റ്റിനൊരു ജിമ്മിലെ ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതിന് പ്രത്യേകത എന്ന് കാണുന്നവർക്ക് തോന്നാം. സംഭവം വേറൊന്നുമല്ല, എനിക്ക് 54 വയസ്സായി. ഈ 54ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തെ കൂടി സ്നേഹിക്കുന്ന ഒരു കാര്യം ചെയ്തുകൂടെ എന്ന് ഒരു തോന്നൽ. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു KSRTC കണ്ടക്ടർ അങ്ങേര് റിട്ടയർ ആയതിനു ശേഷം ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് നല്ല ഒരു മസിൽമാനായിട്ടുള്ളൊരു വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ സത്യത്തിൽ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ കരുതി വെച്ചാൽ അയാൾ മുമ്പേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് ആ രീതിയിലെത്തിയതായിരിക്കും എന്ന് കരുതി കണ്ടാസ്വദിച്ചങ്ങ് വിട്ടു. പക്ഷെ ഇപ്പോൾ 1 മാസത്തിന് മുമ്പ് ഒരു ചേച്ചി, തമിഴ്നാട്ടിലുള്ള ഒരു ചേച്ചി, ഒരു റിട്ടയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥയായ ഒരു ചേച്ചി ഒരു വീഡിയോ ചെയ്തത് കണ്ടു. അവർ ഇതിൽ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു വ്ളോഗർ ഇങ്ങനെ ചോദിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, എന്ത് ചെയ്യുന്നത്, എല്ലാത്തിനും മറുപടി. എന്നെ ഞെട്ടിച്ചത് അവരെ വയസ്സ് എത്രയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് 83 വയസ്സ്. സത്യത്തിൽ ഞാൻ ഞെട്ടി. ചേച്ചി എന്ന് വിളിച്ചാൽ ഞാൻ അറിയാതെ ഉള്ളിൽ അമ്മച്ചി, എൻ്റെ അമ്മച്ചി എന്ന് വിളിച്ചു പോയി. അപ്പോൾ എന്ത് ഈ എക്സസൈസിങ് ചെയ്യുന്നത് വഴി 83ാമത്തെ വയസ്സിലും നമുക്ക് എത്ര സന്തോഷത്തോടുകൂടി, എത്ര ആരോഗ്യത്തോടുകൂടി, എത്ര സൗന്ദര്യത്തോടുകൂടി നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് ആ അമ്മച്ചിയുടെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്നു മുതലേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇവിടെ ജോലിയൊന്നുമില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ഷട്ട് ഡൗൺ ആയത് കാരണം ജോലിയില്ലായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശമ്പളവും കിട്ടി തുടങ്ങി. നല്ല ആഹാരമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്നൊരു ആലോചന. അതിൽ നിന്നാണ് ഈ ഒരു സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ ഇങ്ങനെ മുതിരുമ്പോൾ ഇത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടാം എന്ന് കരുതിയത്, ഇനിയിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഉദ്ബോധനം കൊടുക്കാനോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അത് ചെയ്യുന്നു. അത് യൂട്യൂബിലെടുത്ത് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പേര് കാണും, കുറേ പേര് ചീത്ത വിളിക്കും, കുറേ പേര് നല്ലതെന്ന് പറയും, ചില പേര് കണ്ടിട്ട് ഉണ്ടാതിരിക്കും. ഒക്കെ ചെയ്യും, നമുക്ക് സ്വാഭാവികം തന്നെ, നമ്മളും അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കളിയാണ്, മീൻസ് ഒരു കായിക വിനോദം പോലെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പൈസയും നല്ല ആഹാരമൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യം പോരാ. എന്തായാലും ഇതുമായിട്ട് നമ്മൾ ജിമ്മിനകത്തോട്ട് കയറുകയാണ്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ ആൾക്കാരെ ഒന്നും ഇതെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ടൊന്നും, ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു, ഈ സമയത്ത് ഞാൻ ആരുടെയും വീഡിയോ എടുത്ത് ഇത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇത് നിലവിൽ ഇതാണ് അവസ്ഥ. ഇതൊക്കെ ആയിട്ട് എന്താണ് കുടവയറൊക്കെ ചാടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പരീക്ഷണം. ഇത് എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ എന്ന നിലയിൽ ഇടാം. എന്താണ് ശരീരത്തിന് ഈ 54ാം വയസ്സിലും ഒരു വ്യക്തിക്ക് ജിമ്മിലൊക്കെ പോയാൽ മൾട്ടി ജിമ്മാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനങ്ങൾ വളരെ ഇതായിട്ടാണ്
കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മെഷീൻസിനെ കുറിച്ചൊന്ന് കാണിക്കാനാണ് നോക്കുന്നത്. ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഉള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മെഷീൻസ് വളരെ വിശാലമായ ഒരു സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതേ സമയത്ത് തന്നെ 50 പേർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനവും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരിടത്തേക്കാണ് വന്നു പറ്റിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ആത്മാർത്ഥത പോലെ ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കരുതുന്നത്. നോക്കാം. ഇതാണ് സിറ്റി ജിം എന്ന് പറയുന്ന വാഗനയിലെ ഒരു ജിം. 3-4 സ്ഥാപനങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിലൊരെണ്ണം ആണിത്. നമ്മുടെ ഗുരു ഇതിന് രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണ് മിസ്റ്റർ വികാസ്, എൻ്റെ ഗുരു. പുള്ളിക്കാരൻ പഞ്ചാബിലെ യുവ ബോഡി ബിൽഡിംഗ് താരമായിരുന്നു. ഇപ്പോൾ 4-5 വർഷമായിട്ട് ഇവിടെ ന്യൂസിലാൻഡിലാണുള്ളത്. ഞാൻ താമസിക്കുന്ന കെട്ടിട സമുച്ചയത്തിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഈ 54-ാം വയസ്സിലും ഒരു വ്യക്തിക്ക് ജിമ്മിലൊക്കെ പോയാൽ വ്യായാമം കൊണ്ട് എന്തെങ്കിലും മാറ്റം വരാൻ സാധിക്കുമെന്നുള്ളത് ഒരു പരീക്ഷണമാണ്. താങ്ക് യു.